വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാമെന്ന് ഹൈക്കോടതി. നേരത്തെ സർക്കാർ തന്നെ പറഞ്ഞിരുന്നു. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി അവരുടെ പുനരധിവാസത്തിനായി സർക്കാർ ഇപ്പോൾ ഭൂമി ഏറ്റെടുക്കാം എന്നുള്ള സർക്കാരിന്റെ തീരുമാനം ശരിവച്ചിരിക്കുന്നു ഹൈക്കോടതി. ആ കേസിൽ ഇപ്പോൾ എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജികൾ തള്ളിക്കളഞ്ഞാണ് ഇപ്പോൾ ഹൈക്കോടതി തീരുമാനം അറിയിച്ചിരിക്കുന്നത്. ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം ചെയ്യണം. എസ്റ്റേറ്റ് ഉടമകൾക്കുള്ള നഷ്ടപരിഹാരം കുറഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ പണം ഹൈക്കോടതിയിൽ വേണ്ടിവന്നാൽ കെട്ടിവെക്കാം എന്ന നില പോലും സർക്കാർ എടുത്തിരുന്നു. സർക്കാരും റവന്യൂ വകുപ്പും നേരത്തെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഈ മാസം തന്നെ ഈ കേസ് തീർപ്പാകും എന്നുള്ളതാണ്. ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നു. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള ടൗൺഷിപ്പിന്റെ 2 എസ്റ്റേറ്റുകളും ആ ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളത് എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജികൾ തള്ളിക്കൊണ്ട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം ദേവരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ മണിക്കൂറിൽ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ഏറ്റവും വലിയ ആക്ഷേപം കേസുള്ള 2 എസ്റ്റേറ്റുകളാണ് ഏറ്റെടുത്തിരുന്നത്. ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റ്, മറ്റൊന്ന് നെടുമ്പാലയിലുള്ള എസ്റ്റേറ്റ്. ഈ 2 എസ്റ്റേറ്റുകളും ഇപ്പോൾ സർക്കാരിന് ഏറ്റെടുക്കാമെന്നാണോ ഹൈക്കോടതി വിധി? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഈ സർക്കാരിന്റെ ഉത്തരവ്. ഭൂമി ഏറ്റെടുക്കാനുള്ള ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം ചോദ്യം ചെയ്താണ് എൽസ്റ്റൺ എസ്റ്റേറ്റും ഹാരിസൺ മലയാളം എസ്റ്റേറ്റും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനാവില്ല എന്നതായിരുന്നു ഇവരുടെ ആക്ഷേപം. പക്ഷേ ഈ ആക്ഷേപങ്ങൾ തള്ളി, അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ തള്ളി, എസ്റ്റേറ്റ് ഏറ്റെടുക്കാനാവില്ല എന്ന ഇവരുടെ ഹർജി തള്ളിയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. അതിൽ വയനാട് ടൗൺഷിപ്പിന്, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനായി 2 എസ്റ്റേറ്റുകളാണ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. ആ 2 എസ്റ്റേറ്റും ഏറ്റെടുക്കാനുള്ള നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോവുകയും ചെയ്യാം. എൽസ്റ്റൺ, ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി. ഇതിൽ 3 നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. അത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണം എന്നതാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നഷ്ടപരിഹാരം കുറഞ്ഞു എന്ന് തോന്നിയാൽ, സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരം കുറഞ്ഞു എന്ന് തോന്നിയാൽ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാം, വീണ്ടും കോടതിയെ സമീപിക്കാം. മതിയായ നഷ്ടപരിഹാരത്തിനായി അവർക്ക് കോടതിയെ സമീപിക്കാൻ നിയമ നടപടി സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. മറ്റൊരു നിർദ്ദേശം അത് എസ്റ്റേറ്റ് ഉടമകൾക്കുള്ളതാണ്. അതിൽ ഈ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. അങ്ങനെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുമ്പോൾ സർക്കാരിന് ഈ എസ്റ്റേറ്റുകൾ, 2 എസ്റ്റേറ്റുകളും, എൽസ്റ്റൺ എസ്റ്റേറ്റും ഒപ്പം ഹാരിസൺ മലയാളം എസ്റ്റേറ്റും അതിനുള്ള സൗകര്യം ചെയ്തു നൽകണമെന്ന് കൂടിയാണ് ഹൈക്കോടതിയുടെ വിധി. ജസ്റ്റിസ് കൗസർ ഭഗത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് സംബന്ധിച്ച 2 എസ്റ്റേറ്റുകളുടെയും ഹർജി തള്ളിക്കൊണ്ട് സുപ്രധാനമായി ഈ തീരുമാനം എടുക്കുകയും ചെയ്തത്. നേരത്തെ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരുന്നത് മതിയായ നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണ്, ആവശ്യമെങ്കിൽ അത് ഹൈക്കോടതിയിൽ തന്നെ കെട്ടിവെക്കാൻ, ആ തുക കെട്ടിവെക്കാൻ തയ്യാറാണ് എന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ തന്നെ അത്തരം ഒരു നിലപാട് സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും കാശ് ഹൈക്കോടതിയിൽ സർക്കാർ കെട്ടിവെക്കേണ്ടതില്ല, പകരം അത് ഈ ഉടമകൾക്ക്, അതായത് എസ്റ്റേറ്റുകൾക്ക് നൽകിയാൽ മതിയാവും. എൽസ്റ്റൺ എസ്റ്റേറ്റിനും ഒപ്പം ഹാരിസൺ മലയാളം എസ്റ്റേറ്റിനും നൽകിയാൽ മതിയാവും. ഈ വയനാട് ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിന്റെ നിർമ്മാണവുമായി സർക്കാരിന് മുന്നോട്ട് പോകാം. സർക്കാരിന് വളരെ ആശ്വാസകരമാകുന്ന ഒരു വിധിയാണ്. നേരത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നത് ഡിസംബറിൽ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമാകുമെങ്കിൽ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് സർക്കാർ തന്നെ സ്വീകരിച്ചിരുന്ന ഒരു നിലപാട്. അതിൽ ഇന്ന് ഹൈക്കോടതിയുടെ സുപ്രധാനമായ തീരുമാനം വരുമ്പോൾ അത് സർക്കാരിന് ആശ്വാസകരമാണ്. പക്ഷെ അതേസമയം തന്നെ ഈ പണം കെട്ടിവെക്കേണ്ടതുണ്ട് എന്ന് ഒരു വിധി ന്യായത്തിൽ പറയുന്നുണ്ടോ? ഇപ്പോൾ ദേശീയ ദുരന്ത നിവാരണ നിയമം അനുസരിച്ചാണ് സംസ്ഥാന സർക്കാർ എൽസ്റ്റൺ എസ്റ്റേറ്റ്, അത് കൽപ്പറ്റയിലാണ്, നഗരമധ്യത്തിലാണ്, മറ്റൊന്ന് നെടുമ്പാലയിലുള്ള ഭൂമിയാണ്. അത് ജോൺ മത്തായി പഠനം നടത്തിയതിനു ശേഷം തിരഞ്ഞെടുത്തതാണ് ഈ 2 സ്ഥലങ്ങളും. അപ്പോൾ ഈ 2 സ്ഥലങ്ങളും ഏറ്റെടുക്കുന്നതിന് സർക്കാർ പണം കെട്ടിവെക്കേണ്ടതുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, അത്തരമൊരു നിർദ്ദേശം ഈ വിധിന്യായത്തിൽ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിധിന്യായത്തിന്റെ സമ്പൂർണ്ണമായ രൂപം പുറത്തു വന്നിട്ടില്ല. പക്ഷേ തുറന്ന കോടതിയിൽ പറഞ്ഞ വിധി അനുസരിച്ച് നമ്മൾ ഉത്തരവനുസരിച്ച് മനസ്സിലാക്കുന്നത് ഈ 2013 ലാൻഡ് അക്വിസിഷൻ ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ചുള്ള നഷ്ടപരിഹാരമാണ് ഈ 2 എസ്റ്റേറ്റ് ഉടമകൾക്കും എസ്റ്റേറ്റുകൾക്കും നൽകേണ്ടത്. അത് മതിയായതല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് കോടതിയെ സമീപിക്കാൻ, നിയമപരമായ നടപടികൾ സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതിനനുസരിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റിനും ഹാരിസൺ മലയാളത്തിനും സർക്കാർ നൽകുന്ന
ഈ നഷ്ടപരിഹാരം മതിയായതാണോ ഇല്ലയോ എന്ന് അവർക്ക് കണക്കാക്കുകയും ചെയ്യാം. അതിന് പിന്നാലെയാണ് അവർ മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ എന്തായാലും ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നടപടികൾക്ക് ഹൈക്കോടതി അത് ശരിവെച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും ദുരന്ത നിവാരണ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ അതനുസരിച്ച് 2 എസ്റ്റേറ്റുകളും ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നിലപാടിനാണ് ഹൈക്കോടതി അംഗീകാരം നൽകിയിരിക്കുന്നത്. ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ടൗൺഷിപ്പ് നിർമ്മിക്കാൻ വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നത്. അത് നേരത്തെ ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ച ഈ 2 ഇടങ്ങളിലാണ്. ഒന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റും രണ്ടാമത്തേത് ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റുമാണ്. ഈ 2 ഇടങ്ങളിലെയും ഭൂമി ടൗൺഷിപ്പ് നിർമ്മാണത്തിനായി ഏറ്റെടുക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് പോവുകയും ചെയ്യാം. അതാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ വിധി. ജസ്റ്റിസ് കൗസർ ഭഗത് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് അല്പസമയം മുമ്പ് ഇതിന്മേൽ വിധി പറഞ്ഞത്. ഓക്കെ, വളരെ സുപ്രധാനമായ വിധി. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്ക് ആശ്വാസകരമായ, സർക്കാരിന് ആശ്വാസകരമായ വിധി വന്നിരിക്കുന്നു ഹൈക്കോടതിയിൽ നിന്ന്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ മനുഷ്യരെ പുനരധിവസിപ്പിക്കാനുള്ള 2 ടൗൺഷിപ്പുകളുടെയും ഭൂമി അത് ഏറ്റെടുക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിനോട് എസ്റ്റേറ്റിൽ നിന്നും അതേപോലെ നെടുമ്പാല എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുക്കാനുള്ള അനുമതി ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി തള്ളിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇനി സർക്കാരിന് അതിന്മേൽ നിയമക്കുരുക്കുകളില്ല. സർക്കാരിനെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നടപടികളിലേക്ക് പോകാം. ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുന്നതിന് എസ്റ്റേറ്റ് ഉടമകൾ സർക്കാരുമായി സഹകരിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ആശ്വാസകരമായ വിധിയാണ്. വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ വിധി പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചു.